ഡിജിറ്റൽ അടിയന്തരാവസ്ഥയാണെന്നാ പറയുന്നത്. ചില മീഡിയാസിന് ചില പോസ്റ്റ് കാണുന്നില്ല. ആദ്യമായിട്ടാണോ? അല്ലല്ലോ. അങ്ങ് കർണാടകയിൽ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ കഴിഞ്ഞ വർഷം ഒരു ബില്ല് അവതരിപ്പിക്കേണ്ടായി. കർണാടക ഫേക്ക് ന്യൂസ് ബിൽ. കാര്യം സിമ്പിൾ ആണ്. ചില ഓൺലൈൻ കണ്ടന്റുകൾ പോസ്റ്റുകൾ കണ്ടിട്ട് ഗവൺമെന്റ് തോന്നുകയാണ് ഇത് അൺവാണ്ടഡ് അറ്റൻഷൻ സീക്കിങ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളുടെ ഫേക്ക് ആണ്, ഡീപ് ഫേക്ക് ആണെന്ന് ഗവൺമെന്റിന് തോന്നുകയാണെങ്കിൽ അത് റിമൂവ് ചെയ്യാനും ടേക്ക് ഡൗൺ ചെയ്യാനുള്ള അധികാരം ഗവൺമെന്റിന് കൊടുക്കുന്ന ബില്ല്. ഇതിലെ രണ്ടാമത്തെ കോമഡി എന്താണെന്ന് അറിയും, ഇത് ചെയ്യുന്ന ആളുകൾക്ക് 10 ലക്ഷം രൂപ വരെ ഫൈനും 7 വർഷം വരെ കഠിന തടവും അല്ലെങ്കിൽ രണ്ടും ക്രിമിനൽ കുറ്റകൃത്യം. പക്ഷേ അവിടെ ഗവൺമെന്റ് ചെറുതായിരുന്നു പാളി. കുറെ ബാക്ക്ലാഷും ക്രിറ്റിസിസവും ഫേസ് ചെയ്തുകൊണ്ട് മാത്രം അവരെന്ത് ചെയ്തു, ഒന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് രണ്ടാമത്തെ കാര്യം, അതായത് ഇൻഫോർമേഷൻ ഡിസോർഡർ ടാക്ലിംഗ് യൂണിറ്റ്. പണ്ട് സെൻട്രൽ ഗവൺമെന്റ് ഒരു ഫാക്ട് ചെക്കിംഗ് യൂണിറ്റ് കൊണ്ടുവന്ന് ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? ബോംബെ ഹൈക്കോടതി പറഞ്ഞത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്, അവരുടെ ഫ്രീഡത്തെ ഹനിക്കും, അതുകൊണ്ട് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു സെൻട്രൽ ഗവൺമെന്റ് സ്റ്റെപ്പ് ബാക്ക്. ഇതേ സെയിം സാധനം ആര് കൊണ്ടുവന്നിരിക്കുന്നു? കർണാടക കോൺഗ്രസ് ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നു. ഡോണ്ട് യു സീ ദ ഐറണി? അങ്ങനെ വന്നപ്പോഴാണ് 24 hours സർവിലൻസ് ആണ് കേട്ടോ. നമുക്ക് ഒരു അൺവാണ്ടഡ് കണ്ടന്റ്സോ അല്ലെങ്കിൽ ഫേക്കോ മറ്റുള്ള കാര്യങ്ങളൊന്നും പോസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇതാരാണ് ഇത് ഫാക്ട് ആണോ ഫേക്ക് ആണോ എന്ന് തീരുമാനിക്കുന്നത്? ഗവൺമെന്റ് ആണ്. അവിടെയാണ് അതിന്റെ പ്രശ്നം വരുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലെ കേരളത്തിലെ സാഹചര്യം അനുസരിച്ച് ഇപ്പൊ അവര് ചെയ്യുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒരു പുതുമയുള്ള കാര്യമല്ല. അവരത് മുന്നും ചെയ്തിട്ടുള്ളതാണ്, ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ഇനി ചെയ്യുകയും ചെയ്യും. അപ്പോ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ഇൻഡിപെൻഡന്റ് ജേർണലിസ്റ്റുകൾക്ക്, കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് അല്ലെങ്കിൽ ഹെൽത്തി ക്രിറ്റിസിസം ചെയ്യുന്നവർക്ക് അവർക്ക് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവും. പേടിയല്ലേ? ക്രിമിനൽ കുറ്റകൃത്യമാവൂടോ. ഇവിടെ ബില്ല് അവതരിപ്പിച്ചില്ല എന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഇവിടെ ഒരു ടാക്ലിംഗ് യൂണിറ്റ് കൊണ്ടുവന്നില്ല എന്നേ ഉള്ളൂ. സെയിം ആണ്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക,